Meet the editors. വെട്ടിലാക്കിയോ അടൂർ പ്രകാശ് UDF-നെ എന്നുള്ളതാണ് ചോദ്യം. സ്മൃതി, വെട്ടിലാക്കിയോ എന്നുള്ളതാണ് ചോദ്യം. ഒരു ഭാഗത്ത് ദിലീപിൻ്റെ വിധിയെ തുടർന്നുണ്ടാവുന്ന പ്രസ്താവനകൾ, അത് ചില സിനിമാ ലോകത്താണെങ്കിൽ ചലച്ചിത്ര സംഘടനകൾ ഇന്ന് ഭാഗ്യലക്ഷ്മി രാജിവെച്ച് പുറത്തു വരുന്നു. രാഷ്ട്രീയത്തിലാണെങ്കിൽ അടൂർ പ്രകാശിൻ്റെ അനവസരത്തിലുള്ളൊരു പ്രസ്താവന, അത് പിന്നീട് അടൂർ പ്രകാശിന് തിരുത്തേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. KPCC കോൺഗ്രസിലെ എല്ലാ നേതാക്കളും ഒന്നടങ്കം അടൂർ പ്രകാശിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. വെട്ടിലാക്കിയോ? പലതരത്തിൽ പലർ വെട്ടിലായി എന്നുള്ളതാണ്. അത് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഒതുങ്ങുന്നില്ല. ഇപ്പോൾ ഇടതുപക്ഷത്തായാലും വലതുപക്ഷത്തായാലും, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ കാര്യത്തിൽ കൂടുതൽ വെട്ടിലാവുന്നത് ഒരു ചുമതലയുള്ള ഒരു സ്ഥാനമുള്ള ആളുടെ ഭാഗത്തുണ്ടായ പ്രതികരണം എന്നുള്ളതാണ്. സിനിമാ മേഖലയിലും അതുണ്ടായിട്ടുണ്ട്. പലരെയും വെട്ടിലാക്കിക്കൊണ്ടുള്ള പ്രതികരണങ്ങളും രാജികളും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അടൂർ പ്രകാശിൻ്റെ പ്രതികരണം നോക്കിയാൽ, അടൂർ പ്രകാശ് ഇന്ന് പറഞ്ഞ പ്രതികരണം ഇതാണ്: സ്ത്രീ എന്ന നിലയ്ക്ക് അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന് പറയുമ്പോഴും നീതി എല്ലാവർക്കും ലഭിക്കണം, ദിലീപിന് നീതി ലഭ്യമായി എന്നുള്ളതാണ്. നേരിട്ട് എനിക്ക് ബന്ധമുണ്ടായിരുന്ന വ്യക്തിയാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ ഗൂഢാലോചന എന്ന് ദിലീപ് പറഞ്ഞിട്ടുണ്ടോ? വിധി വന്നപ്പോൾ പല അഭിപ്രായം കേട്ടപ്പോൾ അങ്ങനെ തോന്നാം. സർക്കാരിന് വേറെ ജോലിയില്ലേ? അതായത് അപ്പീലുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനാണ് പറയുന്നത്. സർക്കാരിന് വേറെ ജോലിയില്ലല്ലോ, ആരെ ഉപദ്രവിക്കാൻ കഴിയുമെന്ന് നോക്കിയിരിക്കുകയാണ്. അതായത് അതിജീവിതയ്ക്ക് വേണ്ടി അപ്പീൽ പോകുന്നതിനെ ഉപദ്രവിക്കൽ, ദിലീപിന് ഉപദ്രവിക്കൽ എന്ന വാക്കിലോട് കൂടിയാണ് അടൂർ പ്രകാശ് വിശേഷിപ്പിച്ചത്. പിന്നീട് നമുക്കറിയാം, കേരളത്തിൻ്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി അടക്കം KPCC അധ്യക്ഷനടക്കം ഇടപെടുകയും വളരെ പെട്ടെന്ന് അതിൽ തിരുത്തൽ നടത്തി പ്രതികരണം നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു. ആ പ്രതികരണം എന്നുള്ളത് വിധി വരുമ്പോൾ കോടതിയെ തള്ളിപ്പറയാനാകില്ല. പ്രോസിക്യൂഷന് തെറ്റുപറ്റിയാൽ സർക്കാർ തിരുത്തണം, അതിജീവിതയ്ക്ക് നീതി കിട്ടണം. KPCCയും പറഞ്ഞിട്ടുണ്ട്, അത് ഞാനും പറയുന്നു. അപ്പീൽ നൽകുന്നത് ദിലീപിനെ ബുദ്ധിമുട്ടിക്കാനാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന്. ബുദ്ധിമുട്ടിക്കാനെന്നുള്ള വാക്കല്ല പറഞ്ഞത്, ഉപദ്രവിക്കാനെന്ന വാക്കാണ് പറഞ്ഞത്. അതിലും ഗുരുതരമായ വാക്കാണ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞത് രണ്ടും നമ്മൾ ഇതിൽ കണ്ടിട്ടുണ്ട്, പറഞ്ഞത് എല്ലാവരും കേട്ടിട്ടുമുണ്ട്. അപ്പോൾ ഈ പറച്ചിൽ എന്തിനായിരുന്നു എന്നുള്ള ചോദ്യമുണ്ട്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസ് പ്രതീക്ഷ വയ്ക്കുന്ന തെക്കൻ കേരളത്തിൽ അടക്കം, പത്തനംതിട്ടയിലടക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇന്ന് വോട്ട് ചെയ്യാൻ ആളുകൾ പോകുന്ന ഘട്ടത്തിൽ നടത്തിയ ഈ പ്രതികരണം ഒരുപക്ഷെ നേരത്തെയും രാഹുൽ മാങ്കുട്ടത്തിന് പൂർണ്ണ പിന്തുണ നൽകിയ അടൂർ പ്രകാശ് ആരെ പ്രതിരോധത്തിലാക്കാൻ പറഞ്ഞതാണ് എന്ന് സംശയിക്കാം. കാരണം ഇപ്പോൾ ഉള്ള നേതൃത്വം രാഹുൽ മാങ്കുട്ടത്തിൽ വിഷയത്തിലെടുത്ത ഒരു നിലപാടുണ്ട്. ആ നിലപാടിന് വിരുദ്ധമായ പ്രതികരണം നമ്മൾ നേരത്തെയും അടൂർ പ്രകാശിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അടൂർ പ്രകാശ് യഥാർത്ഥത്തിൽ ഇവിടെ കോൺഗ്രസ് നേതൃത്വം, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് എടുത്തിരിക്കുന്ന നിലപാട് അത് തെറ്റാണ് എന്ന് കാണിക്കാൻ, അല്ലെങ്കിൽ ആ നിലപാട് കൊണ്ട് പരാജയം സംഭവിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി എടുത്തൊരു രാഷ്ട്രീയ നിലപാടാണോ എന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല. കാരണം തെരഞ്ഞെടുപ്പ് ദിവസം പ്രധാനപ്പെട്ട നേതാക്കൾ നടത്തുന്ന പ്രതികരണങ്ങൾ ഉറപ്പായിട്ടും ആ രാഷ്ട്രീയ പാർട്ടിയെ ബാധിക്കുമല്ലോ. നമുക്ക് EP-യുടെ കാര്യം ഓർമ്മയുണ്ടല്ലോ. EP-യുടെ കാര്യത്തിൽ നമ്മൾ CPM-ന് അങ്ങനെ പ്രതിരോധത്തിലായി എന്നുള്ള കാര്യം പറഞ്ഞാണ് അന്ന് വളരെ പെട്ടെന്ന് തന്നെ മുഖ്യമന്ത്രി അടക്കം പ്രതികരണമായി രംഗത്ത് വന്ന് നമ്മൾ കണ്ടാണ്. ഇന്ന് അതുപോലെ തന്നെ കോൺഗ്രസിൽ അങ്ങനെ പ്രതികരണം നമ്മൾ കണ്ടു. എല്ലാ നേതാക്കളും തള്ളിപ്പറയുന്നു. ഷാനി മോൾ ഉസ്മാൻ അടക്കമുള്ള നേതാക്കൾ അതിശക്തമായി നേതൃത്വം എടുത്ത നിലപാടാണ് പാർട്ടിയുടെ നിലപാടെന്ന് വ്യക്തമായി പറയുന്നു. അതിനുശേഷം ഇതാ ഏറ്റവും ഒടുവിൽ പാർട്ടി സംസ്ഥാന അധ്യക്ഷന്റെ വാർത്താക്കുറിപ്പും ഇറങ്ങിയിരിക്കുകയാണ്. KPCC പ്രസിഡന്റ് വാർത്താക്കുറിപ്പും ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ പാർട്ടി പൊതുവായി എടുത്തിരിക്കുന്ന നിലപാട്, അതിൽ ചില നേതാക്കളെങ്കിലും പലപ്പോഴുമായി ഈ ദിലീപുമായി ബന്ധപ്പെട്ട കേസിലാണെങ്കിൽ ഈ കേസിൽ പ്രതിപ്പട്ടികയിൽ നിൽക്കുമ്പോൾ തന്നെ ദിലീപിന് പിന്തുണ നൽകുന്ന പ്രതികരണങ്ങൾ, അല്ലെങ്കിൽ ദിലീപിന് സ്വീകരണം നൽകുന്ന നടപടികളൊക്കെ ആലുവ കേന്ദ്രീകരിച്ച് ചില കോൺഗ്രസ് നേതാക്കൾ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കണ്ടതുമാണ്, അന്നൊക്കെ അത് വാർത്തയായതുമാണ്. ചില നേതാക്കളുണ്ട്, പലയിടത്തുമുണ്ട് എന്നുള്ളതാണ്. ഇതിൽ പാർട്ടി ഭേദമില്ല എന്നുള്ളതാണ്. സ്ത്രീ വിരുദ്ധ നിലപാടെടുക്കുന്നതിൽ പാർട്ടി ഭേദമില്ല. ഇന്നിപ്പോൾ മുകേഷിന്റെ പ്രതികരണം കൂടെ നമ്മൾ നോക്കണം. മുകേഷിന്റെ പ്രതികരണം: കോടതി വിധി പുറത്തു വരട്ടെ, കോടതി വിധിയെ മാനിക്കാതിരിക്കാനാകില്ല. ദിലീപിന്റെ അമ്മയിലേക്കുള്ള തിരിച്ചുവരവ് തീരുമാനിക്കേണ്ട സംഘടനാ നേതൃത്വം. അതൊക്കെ ശരി, ഞാനതിലൊരു മെമ്പർ മാത്രമെന്ന് പറയുന്നു. പോലീസിലെ ക്രിമിനൽ എന്ന ദിലീപിന്റെ പരാമർശത്തെപ്പറ്റി ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അതാണല്ലോ ഇപ്പോൾ കണ്ടുവരുന്നത്. നോക്കാം, എന്താണ് അതിൻ്റെ അർത്ഥം? ഇടതുപക്ഷത്തെ ഒരു MLA ആയിരുന്നുകൊണ്ട് പോലീസിനെ ക്രിമിനൽ എന്ന് വിളിക്കുമ്പോൾ ഈ പോലീസ് സംഘം എത്ര നാൾ പണിയെടുത്തുകൊണ്ടാണ് തെളിവുകൾ ശേഖരിച്ചത് നമുക്കറിയാം. അങ്ങനെ ഇവിടെ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഇവിടെ ആഭ്യന്തര വകുപ്പ്, മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പ്രതികരിക്കേണ്ടതാണ്. കാരണം പലപ്പോഴായി ഈ മുകേഷുമായി ബന്ധപ്പെട്ട് ഉയർന്ന കേസുകളും ഉണ്ടല്ലോ. അതിലെടുത്ത നിലപാട് നമുക്കറിയാമല്ലോ. MLA ഇപ്പോൾ രാജിവെക്കേണ്ടതില്ല, ആരോപണവിധേയനായ MLA രാജിവെച്ചാൽ പിന്നീട് ആ കേസിൽ അദ്ദേഹം കുറ്റമുക്തനാകണമെങ്കിൽ തിരിച്ചു വരാൻ പറ്റില്ല എന്ന് പ്രതികരിച്ചു കണ്ടാണ് അതേ മുകേഷ് പറയുകയാണ് ഈ തരത്തിൽ. പിന്നെ വിധിയിൽ സന്തോഷമുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പറയുകയാണ്, ചിരിച്ചാൽ ബബ്ബ എന്ന് ചില മുതലാളിമാർ പറയും,
ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. അദ്ദേഹത്തിൻ്റെ ഈ തമാശയെ വേറെ രൂപത്തിൽ പറയാനാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല. ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന് പറയുമ്പോൾ എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത്? അപ്പോൾ ഒരു നിലപാടാണല്ലോ, ഇടതുപക്ഷ സർക്കാരിൻ്റെ നിലപാടിന് വിരുദ്ധമായ നിലപാട് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന MLA എടുത്തിട്ടുണ്ടോ എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. നമുക്കറിയാം, ഇത് നടി ആക്രമിക്കപ്പെട്ട ഘട്ടത്തിൽ അന്ന് ഈ നമ്മൾ AMMA എന്ന് വിളിച്ചിരുന്ന ഘട്ടത്തിൽ അവർ നടത്തിയ വാർത്താ സമ്മേളനം ഉണ്ടല്ലോ, ആ വാർത്താ സമ്മേളനത്തിൽ അതിജീവിതയ്ക്ക് വേണ്ടി ചോദ്യങ്ങൾ ചോദിച്ച മാധ്യമപ്രവർത്തകർ നേരെ കൂക്കി വിളിക്കുകയും കൈയടിക്കുകയും ചെയ്ത് അപമാനിക്കുന്ന രീതിയിൽ പ്രതികരിക്കുകയും ചെയ്ത് ഞങ്ങൾക്ക് രണ്ടുപേരെയും വേണം എന്ന് പ്രതികരിച്ചവരിൽ ഒരാൾ മുകേഷ് ആയിരുന്നു, രണ്ടാമത്തെ ആൾ ഗണേഷ് കുമാർ ആയിരുന്നു. അവരിപ്പോഴും മന്ത്രിസഭ ഭാഗമായിട്ട് അല്ലെങ്കിൽ MLA ആയിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാ പാർട്ടിയിലും ഉണ്ട് എന്നുള്ള കാര്യമാണ്. ഇനി ഫെഫ്കയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ എല്ലാ സിനിമാ സംഘടനകളും വളരെ പെട്ടെന്നാണ് യോഗം ചേർന്നത്. അതിൽ ഈ പറയുന്ന താരസംഘടനയോട് വളരെ പെട്ടെന്ന് യോഗം ചേരുകയും അദ്ദേഹത്തിന് വരാനുള്ള താല്പര്യമുണ്ടെങ്കിൽ വേഗം വരട്ടെ എന്ന ആലോചനയിലേക്ക് പോവുകയാണ് ചെയ്തത്. ഇതിൽ ഫെഫ്ക അധികൃതർ അതിൻ്റെ ഭാരവാഹികൾ പറയുന്ന ഒരു കാര്യം പുറത്താക്കുന്നതിലും അതേ വേഗം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ കോടതി ഇപ്പോൾ വെറുതെ വിട്ടല്ലോ, കോടതി നിരപരാധിയാണെന്ന് കണ്ടെത്തിയതോടുകൂടി തിരിച്ചു വരേണ്ട സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് സംഘടനയിൽ കൃത്യമായി ആലോചിച്ചിട്ടല്ല, എല്ലാവരുമായി ആലോചിച്ചെടുത്ത തീരുമാനമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിൽ നിന്ന് ഒരു രാജി ഇപ്പോൾ ഭാഗ്യലക്ഷ്മിയുടെ ഭാഗത്തുണ്ടായിരുന്നത്. ഭാഗ്യലക്ഷ്മി അതിൽ ബി ഉണ്ണികൃഷ്ണൻ മാത്രമാണ് കൃത്യമായി പേരെടുത്ത് തന്നെ കുറ്റപ്പെടുത്തുന്നത്. അദ്ദേഹം ഏകപക്ഷീയമായ ചില തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന് പറയുന്നു. അന്ന് ഈ കേസിൽ പ്രതിയാകുന്ന ഘട്ടത്തിൽ തന്നെ ദിലീപിനെ വെച്ച് സിനിമ എടുക്കാൻ അദ്ദേഹം പോയി, അതിനെ താൻ എതിർത്തു. അപ്പോൾ തനിക്ക് വലിയ നഷ്ടം വരും, ലക്ഷങ്ങളുടെ നഷ്ടം വരും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ സിനിമയുമായി മുന്നോട്ട് പോയി എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഭാഗ്യലക്ഷ്മി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഒരു രാജി അവിടെ സംഭവിച്ചിരിക്കുന്നുള്ളൂ. അപ്പോൾ സിനിമാ മേഖലയിലും അത് ഒരു പ്രതികരണം ആ രൂപത്തിൽ വന്നിരിക്കുന്നു. പക്ഷേ ആത്യന്തികമായി അദ്ദേഹം ശക്തനായി തിരിച്ചു വരികയാണ് എന്നതിൻ്റെ സൂചനകളാണ് നമ്മൾ കാണുന്നത്. ഇന്നലത്തെ കോടതിയിൽ നിന്നുള്ള വിധി വന്നതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ ഒരു അഭിമുഖം നൽകിയിട്ടുണ്ടായിട്ടുണ്ട്. അത് ദ ഹിന്ദുവിൽ വന്നിട്ടുണ്ട്. ആ അഭിമുഖത്തിൽ പറയുന്നത് തനിക്കെതിരെ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഗൂഢാലോചനയ്ക്കെതിരെ ഞാൻ നിയമപരമായി നീങ്ങുമെന്നും പറയുന്നു. അപ്പോൾ ആ ഗൂഢാലോചന എന്ന് പറയുന്നത് ആരുടെ ഭാഗത്താണ് എന്നുള്ളതാണ് എന്ന് അദ്ദേഹം പറയുന്നതായിട്ടാണല്ലോ നമ്മൾ ഇന്നലത്തെ ആദ്യത്തെ പ്രതികരണം കണ്ടത്. ആ ഗൂഢാലോചന നടത്തിയവർക്കെതിരെ ഞാൻ കേസിന് പോകും, അപ്പോൾ ഞാനാണ് ഇര എന്ന വാദം അദ്ദേഹം പറയുന്നു. SITയുടെ ഗൂഢാലോചന ഉണ്ടായെന്ന് പറയുന്നു. ഇതിൽ ഒരു വേറെ തരത്തിലുള്ള ഗൂഢാലോചന ഉണ്ടായിരുന്നില്ല എന്ന് അന്ന് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞതല്ലേ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തെയാണ് ഇപ്പോൾ കോട്ട് ചെയ്യുന്നത്. കാരണം അന്ന് കേസിന് തുടക്കത്തിൽ ഒന്നാം പ്രതി അന്ന് പറഞ്ഞിരുന്നു ദിലീപിലേക്ക് ചൂണ്ടിക്കാണിച്ചപ്പോൾ അന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അത് പ്രതിയുടെ ഭാവനയിൽ വിരിയുന്ന ചില തോന്നലുകളാണ്, അത്തരം തെളിവുകൾ നമ്മുടെ മുന്നിലില്ല, സിനിമാ മേഖലയെ അപകീർത്തിപ്പെടുത്താനാണെന്ന് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. ആ വാദം കഴിഞ്ഞ് എത്ര വെള്ളം ഒഴുകിപ്പോയി. അതിനുശേഷം തെളിവുകൾ വരുന്നു, പ്രതിയാക്കപ്പെടുന്നു, അന്വേഷണ സംഘം രൂപീകരിക്കുന്നു, അന്വേഷണം നടക്കുന്നു, പ്രോസിക്യൂട്ടർമാർ രാജിവെക്കേണ്ട സാഹചര്യം വരെ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതൊക്കെ കടന്നുപോയ കാര്യങ്ങളാണ്. അപ്പോൾ വീണ്ടും ഏറ്റവും ആദ്യത്തെ സാഹചര്യത്തിലേക്ക് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് താൻ നിരപരാധിയാണെന്ന് പറയാനുള്ള അഹങ്കാരത്തോടു കൂടിയുള്ള പ്രതികരണം അത് നമ്മൾ അത് കണ്ടിരുന്നു. അതിൽ ഒരു ഭീഷണിയുടെ സ്വരമുണ്ട് എന്ന് നമ്മൾ ഇന്നലത്തെ ചർച്ചയിൽ തന്നെ പറഞ്ഞതാണ്. അപ്പോൾ ഈ തരത്തിൽ പല പ്രതികരണങ്ങൾ, പല രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണങ്ങൾ, അപ്പുറത്തുനിന്നും വരുന്ന പ്രതികരണം എന്നുള്ളത് സിനിമാ സംഘടനയ്ക്ക് അകത്തുനിന്ന് തന്നെയാണ്. അപ്പോൾ വെട്ടിലാക്കിയെന്ന് ചോദിച്ചാൽ ആരൊക്കെയൊക്കെയോ വെട്ടിലാക്കപ്പെട്ടിട്ടുണ്ട്. കുറ്റവിമുക്തനാക്കപ്പെട്ട ദിലീപിന് ശേഷം കുറ്റമുക്തനാക്കിയതിനു ശേഷം ഉയർന്ന രാഷ്ട്രീയ മേഖലയിലെയും ചലച്ചിത്ര ലോകത്തെയും സംഭവ വികാസങ്ങൾ വെട്ടിലാക്കിയോ എന്നുള്ളതാണ് ചോദ്യം. ജിമ്മി, വെട്ടിലാക്കി എന്ന് മാത്രമല്ല, ഒരു വല്ലാത്തൊരു ദിവസം അതിനുവേണ്ടി UDFനെ കൺവീനറെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. പകുതി കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന ദിവസം ഒരു ഉളുപ്പുമില്ലാതെ, ആ വാക്ക് തന്നെ പറയണം, ഒരു ഉളുപ്പുമില്ലാതെ ഒരു നേതാവ് വന്നെന്ന് പറയുകയാണ് ദിലീപിന് നീതി കിട്ടി. അതിന് തൊട്ടു മുമ്പ് പറഞ്ഞ വരിയാണ് പ്രധാനപ്പെട്ടത്. ഈ നടിയുടെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത് എന്നൊക്കെ പറയുമെങ്കിലും എല്ലാവർക്കും നീതി കിട്ടണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ദിലീപിന് കോടതി വഴി നീതി കിട്ടി എന്നാണ് എൻ്റെ അഭിപ്രായം. അതിനുശേഷം പിന്നെ ഒരു വരി കൂടെ പറയുന്നുണ്ട്, സർക്കാരിന് അപ്പീൽ പോകാം, അവർക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. കേരളത്തിൽ ഈ കേസിൻ്റെ നാൾ വഴിയിൽ തുടങ്ങിയതിന് ശേഷം ഇത്രയും മോശമായി സംസാരിച്ച ഒരു പൊതുപ്രവർത്തകന്, എന്തൊരു സിനിമാ രംഗത്ത് നിന്ന് പോലും ഇങ്ങനെ അപമാനിക്കുന്ന, അപഹസിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കേട്ടിട്ടില്ല. UDFൻ്റെ കൺവീനറാണത്രേ. എങ്ങനെ പറയാൻ തോന്നുന്നു? ഓരോരോ വരിയായി എടുത്ത് നോക്കിയാൽ ശരിയാണ്, ദിലീപിന് കോടതി വഴി നീതി കിട്ടിയെന്ന് ദിലീപിന് തോന്നും. നിങ്ങളുടെ അഭിപ്രായം എന്താ? UDFൻ്റെ അഭിപ്രായം എന്താ? കോൺഗ്രസിൻ്റെ അഭിപ്രായം എന്താ? കേരളത്തിൽ നിന്നും ജനങ്ങൾ ജയിപ്പിച്ചു വിട്ട MPയുടെ അഭിപ്രായം എന്താ? ദിലീപിനാണോ നീതി, അതോ ഈ ഇരയാക്കപ്പെട്ട ഒരു സ്ത്രീക്ക് അനീതി കിട്ടിയെന്നാണോ? കേരളം മുഴുവൻ പറയാതെ പറയുന്നതും പരസ്യമായി പറയുന്നതും ഇത് പകുതി നീതി പോലും ആയിട്ടില്ല എന്നാണ്. അങ്ങനെ ഇരിക്കെ UDFൻ്റെ കൺവീനർ,
അത് ചെറിയ പദവിയൊന്നുമല്ല. UDFിൻ്റെ കൺവീനർ തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ കുളിച്ച് കുറിതൊട്ട് ക്യാമറയുടെ മുമ്പിൽ വന്ന് ഒരു ഉളുപ്പുമില്ലാതെ സംസാരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ദിലീപിന് നീതി കിട്ടി പോലും. എങ്ങനെയാണ് ഇത്തരം ആളുകൾ ഒരു സംവിധാനത്തെ, UDF പോലൊരു സംവിധാനത്തെ നയിച്ചുകൊണ്ട് പോകുന്നത്? ഈ ഇലക്ഷനിലും അടുത്ത നിയമസഭാ ഇലക്ഷനിലും നയിച്ച് തെരഞ്ഞെടുപ്പ് ഫൈറ്റ് ചെയ്ത് സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇപ്പോഴും ഒക്കെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സംവിധാനമാണെന്ന് ഓർക്കണം. ഇത് വന്നത് ഉടനെ തന്നെ എല്ലാവരും ഞെട്ടി കേട്ടോ. UDFിൻ്റെ ആളുകളൊക്കെ പല വഴിക്ക് ഓടുകയായിരുന്നു. ബോംബ് വീണപ്പോൾ ചെതറി പോകുന്നത് പോലെ നാട്ടുകാരൊക്കെ KPCC പ്രസിഡന്റ് ഒരു വശത്ത്, പ്രതിപക്ഷ നേതാവ് വേറൊരു വശത്ത്, രമേശ് ചെന്നിത്തല മറ്റൊരു വശത്ത് ഞെട്ടിപ്പോയി. ഇവരെല്ലാവരും വന്നു നിന്ന് അങ്ങനെയല്ല, അത് അയാളുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്, ഞങ്ങൾ അതിജീവിതയ്ക്കൊപ്പമാണ്, ഇതെല്ലാം പറഞ്ഞെങ്കിലും ആ അടൂർ പ്രകാശ് പറഞ്ഞ വാക്കുകൾ നമ്മുടെ ചെവിയിൽ നിന്ന് മായാൻ ഒരുപാട് കാലമെടുക്കും. നിരുത്തരവാദപരമായ ഒരു തരത്തിലും ഒരു 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 സഹിഷ്ണുത എന്ന് പറയുന്നതിനപ്പുറം ഒരു ഇരയോട് തോന്നുന്ന ഒരു അനുഭാവം പോലും ഇല്ലാത്ത വളരെ നിർദ്ദയമായൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിപ്പോയി ഇന്ന് അദ്ദേഹം നടത്തിയത്. തെരഞ്ഞെടുപ്പ് ദിവസം പറഞ്ഞത് നന്നായി എന്ന് എൻ്റെ അഭിപ്രായം. ഓരോരുത്തരുടെ തനി സ്വഭാവം മനസ്സിലാകാനും അതനുസരിച്ച് ജനങ്ങൾക്ക് വോട്ട് ചെയ്യാനും തെരഞ്ഞെടുപ്പ് ദിവസമല്ലേ നല്ലത്. ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് ദിവസമാണല്ലോ. LDFിൻ്റെ ഒരു പ്രമുഖ നേതാവ്, അദ്ദേഹം ഒരു സമയത്ത് കൺവീനറായിരുന്നു, അദ്ദേഹവും BJPക്കാരെൻ്റെ വീട്ടിൽ വന്നു ചായ കുടിച്ചു, ഞങ്ങൾ സംസാരിച്ചു പോയി. അതും തെരഞ്ഞെടുപ്പ് ദിവസമാണ് വന്നത്, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ദിവസം. നല്ലതാണ് ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ഇത്തരം വെടക്കാക്കി വളരെ മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നതിന് തെരഞ്ഞെടുപ്പ് ദിവസം തെരഞ്ഞെടുത്തത് നന്നായി എന്ന് എൻ്റെ അഭിപ്രായം. ജനത്തിന് മനസ്സിലാവുമല്ലോ. അത് കഴിഞ്ഞ് അദ്ദേഹം മലക്കം പറഞ്ഞതാണ് ഏറ്റവും മനോഹരമായിട്ടുള്ളത്. ഇത്രയും പേരുടെ ഭാഗത്ത് നിന്ന്, കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന്, UDFിൻ്റെ ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്നൊക്കെ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ അടൂർ പ്രകാശ് കുറച്ച് കഴിഞ്ഞൊന്ന് പറയാണ്, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഇരയുടെ കൂടെയാണ് ഞാൻ. പറഞ്ഞു ശരിയാ, ദിലീപിന് നീതി കിട്ടിയെന്നാണ്. അത് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ആകെ പറഞ്ഞത് എനിക്ക് പരിചയമുള്ള ആളാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന്. കേരളം ഒരു വല്ലാത്ത ഒരു വിധിയുടെ ഞെട്ടലിൽ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ പതുക്കെ ഞാഞ്ഞൂളികൾ തല പൊക്കുകയാണ്. ഇനി പതുക്കെ നോക്കിക്കോ, ഇത് കേരളത്തിൻ്റെ ഒരു വിഭാഗത്തിന് ശബ്ദമായി മാറാൻ പോവുകയാണ്. അതിന് രണ്ടാമത്തെ ഉദാഹരണം ഇന്ന് കൊല്ലത്തുണ്ടായി. മുകേഷ് മറ്റൊരു കേസിൽ, ഒരു ബലാത്സംഗ കേസിൽ കുറ്റപത്രം സർക്കാർ കൊടുത്ത്, പോലീസ് കൊടുത്ത്, കുറ്റവാളിയാണെന്ന് പോലീസ് കരുതുന്ന ആ കുറ്റപത്രത്തിൽ വിചാരണ കാത്തു കിടക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് വിധി വന്നതല്ലേ, അപ്പോൾ വിധി വളരെ പ്രധാനപ്പെട്ട കാര്യമില്ല, അതിനെക്കുറിച്ച് വിധിക്കെതിരെ വല്ലതും പറയാൻ പറ്റുമോ? അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ച് ജയിച്ച, പാർലമെൻറ്റിലേക്ക് മത്സരിച്ച ഒരു 10 വർഷമായിട്ട്, അപ്പോൾ അദ്ദേഹത്തെ നടനായിട്ട് മാത്രം കണക്കാക്കാനാവില്ല. അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, രാഷ്ട്രീയം പറയേണ്ട ആളാണ്. മുകേഷ് സിനിമാക്കാരനായിട്ട് മാത്രം മുകേഷിനെ കാണാനും പറ്റില്ല. അപ്പോൾ അദ്ദേഹത്തോട് അടുത്ത ചോദ്യം ചോദിക്കുന്നു, അല്ല അദ്ദേഹം അമ്മയിലേക്ക് വരുന്നു, മറ്റ് സംഘടനയിലേക്ക് വരുന്നു, ശരിയാണോ? ഞാനൊരു സാധാരണ പ്രവർത്തകനാണ്, എൻ്റെ ജോലി ഇപ്പോൾ രാഷ്ട്രീയമാണ്. അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയം പറയണം. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അദ്ദേഹം ഇന്ന് പറഞ്ഞത്, ഈ സർക്കാർ അപ്പീൽ പോകുന്നത് പറഞ്ഞല്ലോ, അപ്പോൾ ഉത്തരം അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടോ? അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളങ്ങ് അനുസരിക്കുകയല്ലേ വേണ്ടത്. ഇതാണോ CPMൻ്റെ നിലപാട്? സർക്കാർ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അനുസരിക്കുകയാണ് വേണ്ടതെന്ന് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ കൊല്ലത്തുനിന്ന് മത്സരിച്ച MLA ആയ MP ആയി മത്സരിച്ച ഒരാൾ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയമേ ഇല്ല, അല്ലെങ്കിൽ ദിലീപിനോട് അനുകൂലിക്കുന്ന ഒരു രാഷ്ട്രീയത്തിലും ഒരു അനുകൂല നിലപാടിലുമാണ് അദ്ദേഹം നിൽക്കുന്നതെന്ന് അപ്പോൾ തന്നെ മനസ്സിലാകും. അടുത്ത വരി, ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന കേരളത്തിലെ പോലീസ് ക്രിമിനലാണെന്ന് പറയുന്നു. അതിന് കൊടുത്ത മറുപടി, അത് നമ്മൾ കാണുകയല്ലേ. എന്ത് കാണുകയല്ലേ എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്? ക്രിമിനൽ ആണെന്നാണോ ക്രിമിനൽ അല്ലെന്നാണോ ചോദ്യം? പോലീസുകൾ ക്രിമിനൽ ആണെന്നാണല്ലോ ദിലീപ് പറയുന്നത്. അത് നമ്മൾ കാണുകയല്ലേ, അതൊക്കെ ഇനിയും തെളിയേണ്ട കാര്യങ്ങളല്ലേ. ഓക്കെ, സർക്കാരിന് വേണ്ടി രണ്ടാമത്തെ വരിയിൽ അതൊക്കെ ഇനിയും തെളിയേണ്ട കാര്യങ്ങളല്ല എന്ന് പറഞ്ഞാൽ ഒരു സംശയമുണ്ട്, ഇതൊക്കെ തെളിയിക്കപ്പെടേണ്ട കാര്യമാണ്. തെളിഞ്ഞാൽ പോലീസുകാർ ക്രിമിനലാണെന്ന് മനസ്സിലാവും, തെളിഞ്ഞില്ലെങ്കിൽ പോലീസുകാർ ക്രിമിനൽ അല്ല. ഇങ്ങനെ സർക്കാരിൻ്റെ ഒരു സംവിധാനത്തെ, സർക്കാരിൻ്റെ പ്രോസിക്യൂഷനെ, സർക്കാരിൻ്റെ അന്വേഷണ സംഘമായ പോലീസിനെ കൈവിട്ട ഒരു MLA കൊല്ലത്ത് നിന്ന്, ഒരാൾ UDFിൽ നിന്ന് ദിലീപിൻ്റെ വിഷയത്തിൽ ഞാൻ ഇപ്പോഴും പറയുന്നു, UDFിൻ്റെ കൺവീനർ പറഞ്ഞതിൻ്റെ 7 അയലത്ത് വരില്ല മുകേഷിൻ്റെ പ്രസ്താവന. അത് നമ്മൾ പണ്ടേ വിട്ടു, അദ്ദേഹത്തിന് വേറെ കേസുമുള്ള ആളാണെന്ന് കൂട്ടിക്കോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വിചാരിച്ചത്. പക്ഷേ രണ്ടുപേരും രണ്ട് വശത്ത് നിന്ന് പറഞ്ഞ നിരുത്തരവാദപരമായ പ്രസ്താവന, ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. കേരളത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ചില വ്യക്തികൾക്ക്, ഇപ്പോൾ അടൂർ പ്രകാശ് പറഞ്ഞത് UDFിൻ്റെ അഭിപ്രായമാണെന്ന് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന് തന്നെ അറിയാം, അത് രാഷ്ട്രീയമായി അദ്ദേഹം പറഞ്ഞതാണ്, അതൊരു വ്യക്തിയുടെ ആബറേഷനാണ്. അടൂർ പ്രകാശിനെ കുറിച്ച് ഒരു കാര്യം കൂടി ഓർക്കണം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഈ വിവാദ കേസുകളിലെല്ലാം പെടുമ്പോൾ
നമ്മൾ പുറത്തുവിട്ട ശബ്ദരേഖ ഏ ആണെന്ന് പറഞ്ഞ ആദ്യത്തെ നേതാവാണ്. വല്ലാത്തൊരു കണ്ടുപിടുത്തമായിരുന്നു. അവിടെ നിന്നാണ് അടൂർ പ്രകാശിൻ്റെ ആ പ്രസ്താവനയിൽ നിന്നാണ് രാഹുൽ മങ്കൂട്ടത്തിന് അനുകൂലമായി കോൺഗ്രസിനകത്ത് പടം നീക്കം തുടങ്ങിയത്. അവിടെ നിന്നാണ് ഓരോരുത്തരായി ഓരോ സൈഡിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി നീങ്ങിയത്. അതിനുശേഷമാണ് പാലക്കാട് MLA തലപൊക്കിയത്. അതിനുശേഷമാണ് വേണ്ടപ്പെട്ടവർക്ക് പത്തനംതിട്ടയിൽ എവിടെയാ അടൂർ പ്രകാശിൻ്റെ ഏരിയയിൽ സീറ്റുകൾ കിട്ടിയത്. അവിടെ നിന്നുകൊണ്ടാണ് പാലക്കാടും മറ്റും പ്രചരണത്തിന് അടൂർ പ്രകാശിൻ്റെ ഈ ബലത്തിന് തുടക്കമിട്ട അവിടെ നിന്ന് തുടക്കിയിട്ട സംഭവത്തിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങിയത്. ഇത്രയും സംഭവങ്ങളുണ്ട്. ഈ ക്രിസ്തു മതത്തിൽ, ഞങ്ങളുടെ മതത്തിൽ ഈ ഓരോ കാര്യങ്ങൾക്ക് ഓരോ പുണ്യവളന്മാരുണ്ട്. ഇപ്പോൾ അസാധു കാര്യങ്ങളുടെ പുണ്യവളൻ യൂദ തദേവുസ് ആണെന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ആശാരിപ്പണിക്കാരുടെ പുണ്യവളൻ എന്ന് പറഞ്ഞാൽ സെൻറ്റ് ജോസഫാണ്. അതുപോലെ ബലാത്സംഗ പ്രതികളുടെ പുണ്യവാളനായി അടൂർ പ്രകാശിനെ പ്രഖ്യാപിക്കണം. കറക്റ്റായിരിക്കും. അസാധ്യ കാര്യങ്ങൾക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പോലെ ബലാത്സംഗ പ്രതികൾ വെളുപ്പിച്ചെടുക്കാൻ ചെന്ന് പറയേണ്ടത് അടൂർ പ്രകാശിന്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ വെളുപ്പിച്ചെടുത്തയാളാണ്. ദിലീപ് ഇപ്പോൾ എന്തായാലും ആ കേസിൽ പ്രതിയല്ല. പക്ഷേ അദ്ദേഹത്തെയും അങ്ങനെ ഒരു ബാക്ക് ഹിസ്റ്ററി ഉള്ള ഒരാളെയും, ഇപ്പോൾ ദിലീപ് പ്രതിയല്ലല്ലോ, പക്ഷേ അങ്ങനെ ഒരു ബാക്ക് ഹിസ്റ്ററി ഉള്ള ഒരാളെയും വെളുപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ബലാത്സംഗ പ്രതികളുടെ പ്രതിയുടെയെങ്കിലും പുണ്യവാളനായിട്ട് അടൂർ പ്രകാശിനെ പ്രഖ്യാപിക്കണം എന്നുള്ളതാണ്. ഒരു കാര്യം കൂടെ ഇതിനിടയ്ക്ക് വിട്ടുപോകരുത്, അതുകൂടെ പറയാം. കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്ത ഒരു കേസുണ്ട്. ആ കേസ് പ്രമുഖനായ സംവിധായകൻ PT കുഞ്ഞുമോഹനെതിരായ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഒരു സ്ത്രീയെ കയറി പിടിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു പരാതിയുണ്ട്. ആ പരാതിക്ക് ആസ്പദമായ സംഭവം കഴിഞ്ഞ മാസം ആദ്യം നടന്നു. 27-ാം തീയതി പരാതി ഉണ്ടാകുന്നു. 27-ാം തീയതി ആ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ് പോയത്. 2-ാം തീയതിയാണ് ആ പരാതി പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നത്. 27, 28, 29, 30, 1, 2 7 ദിവസത്തിന് ശേഷം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പരാതി ഉണ്ടായാൽ അപ്പോൾ തന്നെ പോലീസിനെ ഏൽപ്പിക്കണമെന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ അസംഖ്യ നിയമങ്ങളും ഈ അടുത്ത കാലത്തായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വേണമെന്ന് പറയുന്ന വഴക്കങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ നമ്മളെല്ലാവരും എത്തിയ കൺസെൻസസും ലംഘിക്കപ്പെടുന്നത്? എന്തിനാണ് 7 ദിവസത്തെ കാത്തിരിപ്പുണ്ടായത്? ഇനി 2-ാം തീയതി കന്റോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിലെത്തുന്ന പരാതി എത്ര ദിവസം കഴിഞ്ഞാണ് അതിൻ്റെ നടപടിയിലേക്ക് കടന്നത്? ആ കാര്യത്തിൽ ഞാൻ സബ്ജക്റ്റ് ടു കറക്ഷൻ ഞാൻ കേൾക്കുന്നത് 5-ാം തീയതി കഴിഞ്ഞിട്ടാണെന്നാണ്. അപ്പോൾ എല്ലായിടത്തും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളുടെ കാര്യത്തിൽ വെളുപ്പിച്ചെടുക്കുക, ശരിയാക്കിയെടുക്കുക, രക്ഷപ്പെടാൻ അനുവദിക്കുക. ഇനി രക്ഷപ്പെടാൻ പറ്റിയില്ലെങ്കിൽ എങ്ങനെയെങ്കിലും അതൊന്ന് സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനത്തെ നീക്കങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഇന്നത്തെ താരം അടൂർ പ്രകാശാണ്. അത് മറ്റാർക്കും വിട്ടുകൊടുക്കാനാവില്ല. ഒരു 1.5 പ്രസ്താവനയാണ്. അതിൻ്റെ ഫലം ഈ തെരഞ്ഞെടുപ്പിൽ UDF അനുഭവിച്ചില്ലെങ്കിൽ ഭാഗ്യം എന്നേ പറയാനുള്ളൂ. വെട്ടിലാക്കി എന്നുള്ളതാണ് ചോദ്യം. അടൂർ പ്രകാശ് കോൺഗ്രസിനെ വെട്ടിലാക്കി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ എനിക്ക് അടൂർ പ്രകാശിൻ്റെ പ്രസ്താവന കേട്ടപ്പോൾ പ്രത്യേകിച്ച് ഞെട്ടലൊന്നും തോന്നിയില്ല. ഈ വിഷയത്തിൽ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ എടുത്ത നിലപാടുകൾ ഏറിയ പങ്കും അതിജീവിതയ്ക്കൊപ്പമായിരുന്നു. എന്നാൽ വളരെ വ്യക്തമായൊരു പാറ്റേൺ കാണാം. നോക്കൂ, ഈ ദിലീപ് എന്ന് പറയുന്ന നടൻ 8-ാം പ്രതിയായി അക്യൂസ് ചെയ്യപ്പെടുന്ന വേളയിലാണ് ആലുവ നഗരസഭയുടെ 100-ാം വാർഷികം നടക്കുന്നത്. അന്ന് ആലുവ നഗരസഭയുടെ വൈസ് ചെയർപേഴ്സണായിരുന്ന ജെബി മേത്തർ, ഇന്നത്തെ രാജ്യസഭാ MP, അന്നത്തെ ആരോപണ വിധേയനായ ഈ ദിലീപിനോടൊപ്പം നിന്ന് സെൽഫി എടുത്തത് വലിയ വിവാദമായിരുന്നു. അന്ന് അതിനെക്കുറിച്ച് നൽകിയ വിശദീകരണത്തിൽ പറയുന്നത് എനിക്ക് വ്യക്തിപരമായ അടുപ്പമൊന്നുമില്ല, ഒരു സിനിമാ താരം എന്ന നിലയിലുള്ള അടുപ്പമേ ഉള്ളൂ എന്നുള്ളതാണ്. നോക്കൂ, അതിജീവിതയ്ക്ക് വേണ്ടി കേരളം ഒന്നാകെ നിലയുറപ്പിക്കുമ്പോൾ, അയാൾ ആരോപണ വിധേയനായി നിൽക്കുമ്പോൾ, ഈ പറയുന്നത് പോലെ കുറ്റവിമുക്തനാക്കപ്പെടാതിരുന്ന സാഹചര്യത്തിലും ആലുവ നഗരസഭയുടെ 100-ാം വാർഷികത്തിൽ ജെബി മേത്തർ എടുത്ത സെൽഫി നമ്മുടെ മുന്നിലുണ്ട്. എൻ്റെ ഏട്ടൻ ജയിലിൽ വെറും നിലത്ത് കിടക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് എൻ്റെ ബെഡ്റൂമിൽ കട്ടിലിൽ കിടക്കുന്നത് എന്ന് പറഞ്ഞ് കരഞ്ഞ ഒരാളുണ്ട്. പേര് ധർമ്മജൻ ബോൾഗാട്ടി. കോൺഗ്രസിൻ്റെ UDFിൻ്റെ ബാലുശ്ശേരി സ്ഥാനാർത്ഥിയായി വന്നത് ഈ സംഭവത്തിന് ശേഷമാണ്. അന്ന് ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടിട്ടില്ല. ദിലീപിനോടൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് രാഷ്ട്രീയ പരിഗണന എങ്ങനെ കിട്ടുന്നു എന്നതിന് 2 ഉദാഹരണം. ഇനി 3-ാമത്തെ ഒരു ഉദാഹരണം, ഞാൻ നടൻ സിദ്ദിഖിൻ്റെ കാര്യം. സിദ്ദിഖ് കോൺഗ്രസ് നിശ്ചയിച്ച താരപ്രചാരകരുടെയും സ്ഥാനാർത്ഥികളുടെയും പട്ടികയിലുണ്ടായിരുന്ന ഒരാളാണ്. ഈ കേസിൽ ഏറ്റവും നിർണായകമായ മൊഴിമാറ്റം നടത്തിയ 28 പേരിൽ ഒരാളാണ് ഈ നടൻ സിദ്ദിഖ് എന്ന് പറയുന്നത്. ഇനി 4-ാമത്തെ കേസായിട്ടാണ് അടൂർ പ്രകാശിൻ്റെ ഇന്നത്തെ പ്രസ്താവനയെ കാണുന്നത്. അടൂർ പ്രകാശ് പറഞ്ഞ വാചകങ്ങളിൽ ഇത് മാത്രമല്ല. ദിലീപിനെ അറസ്റ്റ് ചെയ്തത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന അഭിപ്രായം താങ്കൾക്കുണ്ടോ എന്നൊരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അടൂർ പ്രകാശ് പറയുന്നത് രാഷ്ട്രീയമായി ഉപയോഗിച്ചിട്ടുണ്ടാകാം എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാണ്. ആരാണ് ഈ അടൂർ പ്രകാശ്? അടുത്ത നിയമസഭയിൽ UDF അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി പദം വേണ്ടി വന്നാൽ ആഭ്യന്തരമന്ത്രിയാകാൻ വേണ്ടി കുപ്പായം തയ്ച്ചു വെച്ചിരിക്കുന്നയാളാണ്.
ഈ അടൂർ പ്രകാശ് ആയിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോ ആഭ്യന്തര വകുപ്പ് മന്ത്രിയോ എന്ന് നിങ്ങൾ കരുതുക? 2016 ശേഷം ഈ കേസ് സംഭവിക്കുന്ന 2017 ഫെബ്രുവരി മാസത്തിൽ ഈ ദിലീപ് 8ാമത്തെ പ്രതിയാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നമ്മളിൽ ആരെങ്കിലും വിശ്വസിക്കുമോ? എനിക്ക് വ്യക്തിപരമായ ബന്ധമുള്ളയാളാണ്. അതുകൊണ്ട് UDFൻ്റെ കോൺഗ്രസിൻ്റെ പൊതുവായ നിലപാടിന് വിരുദ്ധമായൊരു നിലപാട് തിരഞ്ഞെടുപ്പ് ദിവസം തുറന്നു പറയാൻ കഴിയുന്ന ആത്മബന്ധം ദിലീപുമായിട്ടുള്ള അടൂർ പ്രകാശ് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരുന്നുവെങ്കിൽ അഥവാ ആവുകയാണെങ്കിൽ അതിജീവിതയ്ക്ക് എന്ത് നീതി കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അയാൾ എന്ത് നിലപാടെടുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? പറഞ്ഞ 3 വാചകങ്ങളിലൊന്ന് ദിലീപിന് നീതി കിട്ടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അതിനു മുമ്പ് ആ പറഞ്ഞ കാര്യമുണ്ട്, നടിയോടൊപ്പമാണെന്ന് പറയുമെങ്കിലും. എന്താണ് അതിൻ്റെ അർത്ഥം? നടിയോടൊപ്പമാണെന്ന് പറയുമെങ്കിലും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിനകത്തൊരു നടിയോടൊപ്പമാണ് എന്നുള്ള ആത്മാർത്ഥതയല്ല, പകരം പുറത്ത് ഞങ്ങൾ അതിജീവിതയ്ക്കൊപ്പമാണെന്ന് പറയുമെങ്കിലും എന്ന മട്ടിലാണ് ആ പ്രചരണം. എല്ലാവർക്കും നീതി വേണം എന്നിട്ടാണ് പറയുന്നത്. അതായത് രാവിലെ 7:49 ആകുമ്പോൾ, ഞാൻ രാവിലെ വാർത്താപ്രഭാത പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ബൈറ്റ് വരുന്നത്. 7:49 അടൂർ പ്രകാശ് എന്ന് പറയുന്നു ഈ അതിജീവിതയോടൊപ്പമാണെന്ന് പറയുമെങ്കിലും ദിലീപിന് നീതി കിട്ടി. 4 മണിക്കൂറിന് ശേഷം 11 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ഇതേ അടൂർ പ്രകാശ് എന്ന് പറയുന്നു ഞാൻ അതിജീവിതയ്ക്കൊപ്പമാണ്. അപ്പോൾ രാവിലെ 7:49 അവനൊപ്പവും 11:40 ആകുമ്പോഴേക്ക് അതിജീവിതയ്ക്കൊപ്പവും നിൽക്കുന്ന അത്ഭുതകരമായ ഒരു മലക്കം മറിച്ചിലാണ് അടൂർ പ്രകാശ് നടത്തിയത്. മലക്കം മറിച്ചിലും ഈ പറയുന്ന അഭ്യാസങ്ങളും അടൂർ പ്രകാശിന് പുതുമയുള്ള കാര്യമല്ലല്ലോ. UDFനെ മുഴുവൻ രാഷ്ട്രീയ പ്രതിരോധത്തിൽ നിൽക്കുന്ന സമയത്താണ് അന്ന് ബാർ കുംഭകോണ കേസിൽ അന്നത്തെ വിവാദ വ്യവസായിയായിരുന്ന ബിജു രമേശിൻ്റെ മകളുമായിട്ട് സ്വന്തം കുടുംബത്തിൽ നിന്ന് വിവാഹം ഉറപ്പിച്ച് അങ്ങനെ ഒരു വലിയ വിവാദം ആ ഘട്ടത്തിൽ ഉണ്ടാകുന്നതും പിന്നീട് പല ഘട്ടങ്ങളിലും പൊളിറ്റിക്കൽ ഡിപ്ലോമാറ്റിക് മിഷൻ്റെ ഉത്തരവാദിത്വം അടൂർ പ്രകാശിനെ ഏൽപ്പിക്കുന്നതും ആ രീതിയിലൊരു പോൾ മാനേജറായി അടൂർ പ്രകാശ് എല്ലാ കാലത്തും അറിയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് വെറുതെ പറഞ്ഞതല്ല, ഇത് കേവലം വ്യക്തിപരമായ ബന്ധം കൊണ്ട് പറഞ്ഞതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ദിലീപിൻ്റെ ചുവരെഴുത്തുകൾ ഷെയർ ചെയ്തിരിക്കുന്ന നേതാക്കന്മാരെ നോക്കൂ. പ്രജീഷ് വിശ്വനാഥൻ മുതൽ ശ്രീലേഖ വരെയുള്ളവർ അവർ പല ഘട്ടങ്ങളിലായിട്ട് എങ്ങനെയാണ് ദിലീപിനെ പിന്തുണച്ചെന്ന് കാണാം. എല്ലാവരുമല്ല, BJPയിലെ ഒരു ന്യൂനപക്ഷം ഈ വിഷയത്തിൽ സംഘപരിവാറുമായി അടുത്ത് നിൽക്കുന്ന ഒരു വിഭാഗം ദിലീപിനെ പിന്തുണച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ദിലീപിൻ്റെ PR പ്രചരണം ഏറ്റെടുത്തുകൊണ്ട് നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ BJPയുടെ ഒരു സ്ഥാനാർത്ഥിയായി, കോർപ്പറേഷൻ്റെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് സാധ്യത കൽപ്പിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഈ കേസിൻ്റെ വിചാരണ വേളയിൽ തന്നെ ദിലീപിനോട് പക്ഷം ചേർന്ന് നിന്നുകൊണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടയാളാണ്. യൂട്യൂബിലൂടെ കമൻ്റ് ചെയ്ത ആളാണ്. ഈ കേസിൻ്റെ വീഴ്ചകളെക്കുറിച്ച് ചട്ടവിരുദ്ധമായി പറഞ്ഞയാളാണ്. ഇതടക്കമുള്ള കാര്യങ്ങൾ നിൽക്കുമ്പോൾ ഏത് പൊളിറ്റിക്കൽ ജോഗ്രഫിയിലേക്കാണ്, ഏത് പൊളിറ്റിക്കൽ ഡെമോഗ്രഫിയിലേക്കാണ്, ഏത് വോട്ട് ബാങ്കിനെയാണ് അടൂർ പ്രകാശ് ലക്ഷ്യം വയ്ക്കുന്നത് എന്നൊരു ചോദ്യം കൂടിയുണ്ട്. അതും വളരെ പ്രസക്തമാണ് എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഞാൻ ഇതേവരെ ഈ വിഷയത്തിൽ രാഷ്ട്രീയമേ കണ്ടിരുന്നില്ല. കാര്യം ഒരു ഭാഗത്ത് PT തോമസ് ഉണ്ട്. ഈ വിഷയത്തിൽ PT തോമസ് എടുത്ത ആർജവത്തെ ഇന്നിപ്പോൾ ലാൽ അതിൽ ചില കാര്യങ്ങൾ വ്യക്തത വരുത്തി എങ്കിൽ കൂടി PT തോമസ് ഈ വിഷയത്തിലെടുത്ത ഉറച്ച ആർജവമുള്ള നിലപാട്, ഉമാ തോമസ് എടുത്ത ആർജവമുള്ള നിലപാട്, അപ്പീൽ പോകണമെന്ന പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാട്, ഈ നിലപാടുകളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഇതിൽ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിലെടുത്ത നിലപാടിനോടൊപ്പം തന്നെ നമ്മൾ പ്രതിപക്ഷത്തിൻ്റെ നിലപാടിനെയും ചേർത്ത് കണ്ടതാണ്. പക്ഷേ ഇന്ന് UDF കൺവീനർ വന്ന് അടൂർ പ്രകാശ് വന്ന് ഈ ഒരു പ്രസ്താവന നടത്തുന്നതോടുകൂടി അതെല്ലാം ചീട്ടുകൊട്ടാരം പോലെ വീഴുന്നതാണ് നമ്മൾ കാണുന്നത്. അതായത് ഈ രാഷ്ട്രീയത്തിൽ നിങ്ങൾ അതിജീവിതമാർക്കൊപ്പമല്ല എന്നൊരു നിലപാട് നൽകുമ്പോൾ ഭയമുണ്ടാവുന്നത് ഇതിനെ എങ്ങനെയാണ് UDF പ്രതിരോധിക്കാൻ പോകുന്നത്? ഒരു ഭാഗത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഓഡിയോ സന്ദേശം AI ആണ് എന്ന് പറഞ്ഞു വെച്ച മഹാനാണ് ഈ അടൂർ പ്രകാശ്. ഇപ്പോഴിതാ ദിലീപിനോടൊപ്പം എന്ന നിലപാടുമായിട്ട് രംഗത്ത് വരികയും പിന്നീട് നിവൃത്തിയില്ലാതെ വന്നപ്പോൾ കോൺഗ്രസ് തിരുത്തുന്ന ഘട്ടത്തിൽ മലക്കം മറിയേണ്ടി വരികയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് ഒരു കാരണവശാലും മുകേഷിൻ്റെ പ്രസ്താവനയോട് കൂട്ടി വായിക്കാൻ കഴിയില്ല. 28 പേർ മൊഴി മാറ്റിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും പ്രോസിക്യൂഷന് എതിരാവുന്ന വിധത്തിൽ മൊഴി മാറ്റിയിട്ടില്ല മുകേഷ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജിമ്മി പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ 2 വർഷത്തെ ഡ്രൈവറായിരുന്നത് 7 മാസത്തെ ഡ്രൈവർ എന്നതിലേക്ക് മാറ്റി. പക്ഷേ അത് പ്രോസിക്യൂഷന് തിരിച്ചടിയായിട്ടില്ല. പക്ഷേ പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് വളരെ ഗുരുതരമായി കൂറുമാറിയ 28 സാക്ഷികളുണ്ട്. സിനിമാ അയാൾ സർവശക്തനാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണ് ഇന്ന് ഭാഗ്യലക്ഷ്മിക്ക് രാജിവെച്ചൊഴിയേണ്ടി വരുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ആലോചിക്കൂ, അയാളെ വെറുതെ വിട്ട് മണിക്കൂറുകൾക്കുള്ളിൽ അയാളെ വിവിധ സംഘടനകളിലേക്ക് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കൂടിയാലോചനകൾ നടക്കുകയാണ്. ഫെഫ്കയിലേക്ക്, അമ്മയിലേക്ക്, പ്രൊഡ്യൂസേഴ്സ് യൂണിയനിലേക്ക്, ഒപ്പം തന്നെ ഡയറക്ടേഴ്സ് യൂണിയനിലേക്ക് ഒക്കെയുള്ള കൂടിയാലോചനകൾ നടക്കുകയാണ്. അത്രമേൽ പവർഫുള്ളാണ്. സിനിമയുടെ നിർമ്മാണ മേഖല മുതൽ സിനിമയുടെ വിതരണമടക്കം സിനിമയുടെ പ്രൊമോഷൻ അടക്കം നിരവധി മേഖലകളിൽ കൈവച്ചിരിക്കുന്ന ഒരാളാണ്. അത്രയും സ്വാധീനശേഷിയുള്ള ഒരാളെയാണ് കേരളം യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി കണ്ടുകൊണ്ടിരുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ മനസ്സിലാക്കൂ, 85 ദിവസം ദിലീപ് ജയിലിൽ കഴിഞ്ഞു.
കഴിഞ്ഞിട്ടുണ്ട്. ഈ അടൂർ പ്രകാശ് ആയിരുന്നു ആഭ്യന്തര വകുപ്പ് മന്ത്രിയെങ്കിൽ എത്ര ദിവസം പ്രതി പോലും ചേർക്കപ്പെടില്ല എന്നല്ലേ ഇതിൽ നിന്ന് സാധാരണ ജനങ്ങൾ വായിച്ചെടുക്കേണ്ടത്? ഇതാണ് യഥാർത്ഥത്തിൽ തിരിച്ചടിയാകാൻ പോകുന്നത്. ഇത് ഈ തിരഞ്ഞെടുപ്പ് വലിയ ദോഷം ചെയ്യും. കാരണം നോക്കൂ, ഈ വിധി വന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചോദിക്കുന്ന 10-8 മനുഷ്യരുടെയും പ്രതികരണം അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന നിലപാടാണ്. അതിൽ വളരെ PR പെയ്ഡ് ഏജൻസിയോടൊപ്പം നിൽക്കുന്ന ഒരു ന്യൂനപക്ഷം മാത്രമാണ് ഇപ്പോഴും ഈ ദിലീപിന് പിന്നാലെ നിൽക്കുന്നത്. അത് കേരളത്തിൻ്റെ പൊതുമനസ്സല്ല. കേരളത്തിൻ്റെ പൊതുമനസ്സ് അതിജീവിതയ്ക്കൊപ്പം നിലപാടെടുത്ത് നിൽക്കുമ്പോൾ അപ്പീൽ പോകുമെന്ന് സർക്കാർ പറഞ്ഞിരിക്കുന്ന ഒരു കേസിലാണ് UDF-ന്റെ കൺവീനറുടെ ഈ സ്റ്റേറ്റ്മെന്റ് വരുന്നത്. ഒരു കാര്യം കൂടി ഞാൻ പ്രേക്ഷകരോട് പറയാം. ഈ കേസ് തീർപ്പാക്കിയിട്ടുള്ളൂ. 3 കേസുകൾ ഇനിയും കിടപ്പുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട അനുബന്ധ കുറ്റപത്രങ്ങളുണ്ട്. അതിലൊരെണ്ണം പ്രധാനപ്പെട്ട പ്രോസിക്യൂഷൻ സാക്ഷി വിപിൻ ലാലിനെ സ്വാധീനിക്കാൻ ശ്രമിച്ച കേസിൽ ബേക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്തൊരു കേസുണ്ട്. ദിലീപിൻ്റെ കൂട്ടാളികളും ആ കേസിലുണ്ട്. രണ്ടാമത്തെ ഒരു കേസുണ്ട്, അത് പീച്ചി സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു കേസാണ്. ജിൻസൺ എന്ന പ്രോസിക്യൂഷൻ സാക്ഷിയെ സ്വാധീനിക്കാൻ ശ്രമിച്ച കേസിൽ ദിലീപും കൂട്ടാളികളും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. മൂന്നാമതൊരു കേസുണ്ട്, പോലീസിനെ ആക്രമിച്ച ഒരു കേസുണ്ട്. ആക്രമിക്കാൻ ശ്രമിച്ച് ഗൂഢാലോചന നടത്തി എന്നൊരു കേസുണ്ട്. വധശ്രമത്തിന് എടുത്തിരിക്കുന്ന ഒരു കേസുണ്ട്. ഇതിലും ദിലീപും കൂട്ടാളികളും പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. അത് എറണാകുളം ക്രൈംബ്രാഞ്ചാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ 3 കേസുകളിൽ ഇപ്പോഴും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരാളെ നീതി കിട്ടി എന്ന് പറയാൻ ഈ UDF കൺവീനർ കാണിച്ച തിടുക്കത്തെ, അതിനെ കേവലം വ്യക്തിപരമായ ബന്ധം കൊണ്ട് നമുക്ക് വിവക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ജെബി മേത്തറുടെ കാര്യം പറഞ്ഞത്, നേരത്തെ സിദ്ദിഖിൻ്റെ കാര്യം പറഞ്ഞത്, ധർമ്മജൻ ബോൾഗാട്ടിയുടെ കാര്യം പറഞ്ഞത്. വ്യത്യസ്ത ഘട്ടങ്ങളിലായി പ്രതികരണങ്ങളെല്ലാം നമ്മൾ കണ്ടത്. പക്ഷേ അപ്പോഴും ആഭ്യന്തര വകുപ്പ് അടിയുറച്ച് തന്നെ അതിജീവിതയ്ക്കൊപ്പം നിന്നു. അതിൽ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും അതിജീവിതയ്ക്കൊപ്പം നിന്നു എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഇന്ന് KPCC പ്രസിഡന്റ് തുടർച്ചയായി പറയുന്നുണ്ട്, അതിജീവിതയ്ക്കൊപ്പമാണ്, അപ്പീൽ പോകണം, അപ്പീൽ പോകണം. അപ്പീലിനെ കുറിച്ച് പറയുന്ന വാചകമാണ് നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞത്. അതാണ് യഥാർത്ഥ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. സർക്കാർ അപ്പീൽ പോകുന്നത് ചില ആളുകളെ ഉപദ്രവിക്കാനല്ലേ എന്നാണ് പറയുന്നത്. ആരെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പീൽ പോകുമെന്ന് പറഞ്ഞത്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അപ്പീൽ പോകുന്നതും ഈ അടൂർ പ്രകാശ് ഓർമ്മിച്ചു വയ്ക്കുന്നു. അപ്പോൾ അതിജീവിതയ്ക്ക് നീതി കിട്ടുന്ന ഘട്ടത്തിൽ അതിജീവിതയ്ക്ക് നീതി കിട്ടാൻ വേണ്ടി സർക്കാർ അപ്പീൽ പോകുമ്പോൾ അത് ആരെയാണ് ഉപദ്രവിക്കുന്നത്? ഇരയ്ക്ക് നീതി കിട്ടാൻ വേണ്ടി പോകുമ്പോൾ അത് ഉപദ്രവമായി തോന്നുന്നത് വേട്ടക്കാർക്കാണ്. അപ്പോൾ നിങ്ങൾ ആർക്കൊപ്പമാണ് എന്നുള്ളതാണ് ചോദ്യം. അതിജീവിതയ്ക്ക് വേണ്ടി ഒരു സർക്കാർ സംവിധാനം പ്രതിപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടി ഇതാ അപ്പീൽ പോകാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അത് ഉപദ്രവിക്കാൻ പോവുകയാണ്. സർക്കാരിന് വേറെ പണിയൊന്നുമില്ലല്ലോ എന്നുള്ളതാണ്. സാർ, ഈ സർക്കാർ അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന് പ്രസ്താവിക്കുകയാണ് താങ്കളുടെ വാചകത്തിലൂടെ. ഈ സർക്കാരിന് കൊടുക്കുന്ന ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ടാഗ് ലൈനാണ് സർക്കാരിൻ്റെ പണി അതിജീവിതമാർക്കൊപ്പം നിൽക്കുക എന്നത് തന്നെയാണ്. ആ ഘട്ടത്തിൽ അപ്പീൽ പോകുമ്പോൾ അത് ദ്രോഹിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാൽ ദ്രോഹിക്കുന്നത് ആരെയാണ്? വേട്ടക്കാരാണ്. അപ്പോൾ നിങ്ങൾ ആർക്കൊപ്പമാണ്? വേട്ടക്കാർക്കൊപ്പമാണെന്ന് പറയാതെ പറയുകയായിരുന്നു അടൂർ പ്രകാശ് എന്നുള്ളതാണ്. അതുകൊണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം ഒരു 5 മുതൽ 7% വരെ വോട്ടർമാരൊക്കെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പുള്ള പ്രധാനപ്പെട്ട പ്രസ്താവനകൾ അതവരെ സ്വാധീനിക്കാനുള്ള ശേഷിയുണ്ട്. നമുക്കറിയാം, ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും EP-യുടെ 2 പ്രസ്താവനകൾ വിവാദമായിരുന്നു. ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രഭാരി പ്രകാശ് ജാവദേക്കർ വീട്ടിൽ വന്നു കണ്ട കൂടിക്കാഴ്ചയെക്കുറിച്ച് പറഞ്ഞ കാര്യം. രണ്ടാമത്തത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയെ പുറത്തേക്ക് വന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ സരിനെതിരെയുള്ള പരാമർശങ്ങളായി പുറത്തു വന്നിരിക്കുന്നത്. രണ്ടും അന്ന് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയായി മാറുമെന്ന് തന്നെ നമ്മൾ വ്യാഖ്യാനിച്ചതാണ്. ഇന്നിപ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോൾ അതിരാവിലെ 7:49 വോട്ടിംഗ് തുടങ്ങി 49ാമത്തെ മിനിറ്റ് കഷ്ടിച്ച് 7% ആളുകളെ വോട്ട് ചെയ്തിട്ടുള്ളൂ. 63% ആളുകൾ വോട്ട് ചെയ്തിരിക്കുന്നത് അതിന് ശേഷമാണ്. അതുകൊണ്ട് അടൂർ പ്രകാശിൻ്റെ ഈ പ്രസ്താവനയൊക്കെ ഈ 5 മുതൽ 7% വരുന്ന വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ടാകുമെങ്കിൽ ചില ബൂത്തുകളിലെങ്കിലും അത് നിർണായകമാകും, ചില തദ്ദേശ സ്ഥാപനങ്ങളിലെങ്കിലും അത് UDF-ന് തിരിച്ചടിയാകും എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. അതുകൊണ്ട് അടൂർ പ്രകാശിൻ്റെ ഈ പ്രസ്താവന കേവലം വ്യക്തിബന്ധത്തിൻ്റെ പുറത്തുണ്ടായ പ്രസ്താവനയായിട്ട് കണക്കാക്കാൻ കഴിയില്ല. അതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് നിർഭാഗ്യവശാൽ അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന നിലപാടല്ല താനും. കുരീപ്പുഴ ശ്രീകുമാരേട്ടൻ ഒരു കവിത ഇതുമായി ബന്ധപ്പെട്ട് അയച്ചു തന്നിട്ടുണ്ട്. ഈ അടൂർ പ്രകാശിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നതിന് മുൻപാണ്. രണ്ടുപേരും ഞാൻ കൂട്ടിച്ചേർത്ത് പറയാം. ഒന്ന്, കവിതയുടെ പേരിങ്ങനെയാണ്, ആധിജീവിതം എന്നാണ്. ബസ് സ്റ്റോപ്പിൽ നിന്ന കോളേജ് യുവതിയെ ഒളിഞ്ഞു നിന്ന് കല്ലെറിഞ്ഞു പൂവാലൻ. നെറ്റിയിലും ഹൃദയത്തിലും മുറിവേറ്റവൾ കോടതിയിലേക്കോടി. കോടതി കല്ലിനെ ശിക്ഷിച്ചു. 2 വരി കൂടി ചേർക്കാം. ആ പൂവാലനെ ചിലർ പൂമാലയിട്ട് പൂവാലന് നീതി കിട്ടി എന്ന് പറഞ്ഞു. വെട്ടിലാക്കിയോ എന്നാണ് ചോദ്യം. സുജയ.
വെട്ടിലാക്കി എന്നുള്ളത് വ്യക്തമാകുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. വെട്ടിലായില്ലെങ്കിൽ പിന്നീട് തിരുത്തേണ്ട കാര്യമില്ലല്ലോ, പറഞ്ഞതിൽ ഉറച്ചു നിന്നാൽ മതിയല്ലോ. UDF കൺവീനർ അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ MP ഈ 2 പദവികളിലും ഇരിക്കുന്ന ഒരാളാണ് ഇന്ന് ഈ പ്രസ്താവന നടത്തിയത് എന്നതാണ് എൻ്റെ ഗൗരവം കൂട്ടുന്നത്. ഇനിയിപ്പോൾ അടൂർ പ്രകാശ് പറഞ്ഞതുപോലെ ഈ അടൂർ പ്രകാശ് ഒക്കെ പറയുമ്പോൾ ഇനി കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായങ്ങളൊക്കെ സംഘടനാപരമാണോ വ്യക്തിപരമാണോ എന്ന് നമ്മൾ ആദ്യമേ തന്നെ ഒരു ചോദ്യം ചോദിക്കുന്നത് നല്ലതായിരിക്കും. ഡിസ്ക്ലൈമർ എന്നൊക്കെ എഴുതി കാണിക്കുന്നത് പോലെ സാർ പറയാൻ പോകുന്ന മറുപടി സംഘടനാപരമാണോ വ്യക്തിപരമാണോ, കാരണം പിന്നീട് ഈ തിരുത്തിന്റെ ആവശ്യം വരില്ലല്ലോ. ഇന്ന് അടൂർ പ്രകാശിന്റെ സ്റ്റേറ്റ്മെന്റും തിരുത്തും കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഈ ഒരു കാര്യമാണ്, നമ്മൾ മാധ്യമപ്രവർത്തകർ എടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം മാധ്യമങ്ങൾ വളച്ചൊടിച്ചു എന്നുള്ള ആ ഒരു ക്ലീഷേ പ്രയോഗം ഉണ്ടല്ലോ, മാധ്യമങ്ങൾ വളച്ചൊടിച്ചു. ഇതിലെവിടെയാണ് വളച്ചൊടിച്ചത് എന്നതാണ് എനിക്ക് ആദ്യഘട്ടത്തിൽ തന്നെ ചോദിക്കാനുള്ളത്. അടൂർ പ്രകാശിന്റെ ഇന്നത്തെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, അതിലെ ആ പ്രസക്ത ഭാഗങ്ങൾ സർക്കാരിനെതിരെ പറഞ്ഞതല്ല, അതിന് മുൻപുള്ള ഭാഗം, ബാക്കി നിങ്ങൾ ഇവിടെ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അടൂർ പ്രകാശ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: നടി എന്ന നിലയിൽ ആ കുട്ടിയോടൊപ്പമാണ് ഞങ്ങൾ എന്നൊക്കെ പറയുമ്പോഴും ഒരു നീതി എല്ലാവർക്കും കിട്ടണം. ശ്രീ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം, നടി എന്ന് പറയുന്നു, അതിനുശേഷം ആ വിശേഷണം ശ്രദ്ധിക്കണം. ശ്രീ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നീതി ലഭ്യമായി എന്നതാണ് എനിക്ക് പറയാനുള്ള വ്യക്തിപരമായ ഒരു അഭിപ്രായം. അദ്ദേഹം ഒരു കലാകാരൻ എന്ന നിലയിൽ മാത്രമല്ല, അദ്ദേഹവുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. തീർച്ചയായും ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നീതി ലഭ്യമായി. ബഹുമാനപ്പെട്ട കോടതി തന്നെയാണ് ആ നീതി ലഭ്യമാക്കിയത്. ഇത് അടൂർ പ്രകാശ് എന്ന UDF കൺവീനർ പറഞ്ഞതാണ്. ഇതിൽ ഒരു മുറിച്ചു മാറ്റലും ഒരു മാധ്യമവും നടന്നിട്ടില്ല. ഞാൻ തത്സമയം അത് കേൾക്കുകയും പിന്നീട് അദ്ദേഹത്തിൻ്റേത് അപ്ലോഡ് ചെയ്തത് എല്ലാ മാധ്യമങ്ങളും ആ ഭാഗം അപ്ലോഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷം അദ്ദേഹം വ്യക്തിപരമായിട്ടാണ് പറഞ്ഞത്, എൻ്റെ സ്വന്തം അഭിപ്രായമാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ അത് ചേർന്ന് പോകാത്ത ഒരു ഭാഗം കൂടി ഇതിന് തൊട്ടടുത്ത വരിയായി അദ്ദേഹം പറയുന്നുണ്ട്. UDFനെ സംബന്ധിച്ചിടത്തോളം 101% പ്രതീക്ഷ എന്ന് പറയുന്നത് അതിൻ്റെ തൊട്ടടുത്ത വരിയിലാണ്. അപ്പോൾ UDFന്റെ കൺവീനർ എന്ന നിലയിൽ തന്നെയല്ലേ അതിന് മുൻപുള്ള വാചകങ്ങളും പറഞ്ഞത്? വ്യക്തിപരമായ ഒരു അഭിപ്രായം പറയുന്നയാൾ UDFന് 101% വിജയപ്രതീക്ഷയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്ന വാചകം ഈ പറഞ്ഞതിൻ്റെ തൊട്ടടുത്ത വരിയായി പറയുന്നത് എന്തിനാണ്? ഇതാണ് അടൂർ പ്രകാശിനോടുള്ള അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ തരികിട മറുപടിക്കുള്ള മറു ചോദ്യമായി എനിക്ക് വെക്കാനായിട്ടുള്ളത്. ഇവിടെ അദ്ദേഹത്തിൻ്റെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് UDF അല്ലെങ്കിൽ കോൺഗ്രസ് എന്നതിനപ്പുറം അദ്ദേഹത്തിന് പ്രധാനം ബിസിനസ്സാണ്. ആ ഒരു ബിസിനസ് ഇൻട്രസ്റ്റ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ താല്പര്യം, അടുത്ത ബന്ധം എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഇൻട്രസ്റ്റ് തന്നെയാണ്, അല്ലെങ്കിൽ അടൂർ പ്രകാശിലെ ബിസിനസ്സുകാരനാണ് ആ അഭിപ്രായം പറഞ്ഞതെന്നാണ് ഞാൻ പൂർണ്ണമായും കരുതുന്നത്. കാരണം അദ്ദേഹം ഫസ്റ്റ് ഒരു ബിസിനസ്മാനും ദെൻ സെക്കൻഡ് ഓർ തേർഡ് ഒരു പൊളിറ്റീഷ്യൻ എന്നതുമാണ്. ജനങ്ങളോടുള്ള പ്രതിബദ്ധത, വിഷയങ്ങളിൽ മേലെടുക്കേണ്ട പാർട്ടിയുടെ നിലപാടിനോട് ചേർന്ന് പോകേണ്ടതായ ആ കൂറ് കാണിക്കേണ്ട, അല്ലെങ്കിൽ സ്ത്രീകളോട് കുട്ടികളോട് ഒക്കെ കാണിക്കേണ്ട ഒരു മാന്യത, അതൊക്കെ അതിന് ശേഷമേ അദ്ദേഹത്തിന് വരുന്നുള്ളൂ. അദ്ദേഹത്തിന് ഈ കോൺഫിഡൻസ് കിട്ടുന്നത് എങ്ങനെയാണ്? കോന്നിയായാലും ആറ്റിങ്ങലായാലും ഞാൻ ജയിക്കും, ഞാൻ ഒരു ഇലക്ഷൻ മാനേജറാണ്, പാർട്ടിക്ക് ഫണ്ട് കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും, അങ്ങനെയൊക്കെയുള്ള ഒരു ഓവർ കോൺഫിഡൻസ് അടൂർ പ്രകാശിനുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിലും AI എന്ന് ചാടിക്കയറി മറ്റ് നേതാക്കൾ പറയുന്നതിന് മുൻപ് പറയുന്നതിനായി അതാണ് ശരിയെന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ശ്രമമുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയുണ്ട് കേട്ടോ, അടൂർ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ഥലം ഏതാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, 3-4 ദിവസം മുൻപാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗോഡ് ഫാദർ നിങ്ങളാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാനൊന്നുമല്ല എന്ന് പറയുന്നു. ഭാഗ്യം അടൂർ പ്രകാശിന് രാഹുൽ മാങ്കൂട്ടത്തിനെ അറിയില്ല എന്ന് പറഞ്ഞില്ലല്ലോ. കാരണം ആ രീതിയിൽ ഉരുണ്ട് കളിക്കാൻ, ഏത് രീതിയിലും എങ്ങോട്ട് ചാടിയാലും 4 കാലിൽ പോയി വീഴാനായിട്ട് കഴിയുന്ന ഒരാളാണ് അടൂർ പ്രകാശ് എന്നുള്ളത് കേരള രാഷ്ട്രീയത്തെ ഒബ്സർവ് ചെയ്യുന്ന എല്ലാവർക്കും ബോധ്യമാകുന്ന കാര്യമാണ്. സർക്കാർ അപ്പീലിന് പോകുന്നത് വേറെ പണിയില്ലാത്തത് കൊണ്ടാണ് എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. അതിനിപ്പോൾ അദ്ദേഹം നേരത്തെ ഡോക്ടർ അരുൺ ഇവിടെ സൂചിപ്പിച്ചല്ലോ, അദ്ദേഹം ആഭ്യന്തരമന്ത്രിയോ മുഖ്യമന്ത്രിയോ എന്തായാലും ഭാഗ്യത്തിന് അതൊന്നും ഇതുവരെ ആകാൻ സാധിച്ചിട്ടില്ല. കേന്ദ്രത്തിലും ഇപ്പോൾ MP ആയിരുന്നാലും അദ്ദേഹത്തിന് എന്തായാലും കേന്ദ്ര ഭരണത്തിലേക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും എത്താൻ സാധിക്കില്ല എന്നത് നിലവിലെ യാഥാർത്ഥ്യമാണ്. അപ്പോൾ അദ്ദേഹം ഇനി ഒരു പോർട്ട്ഫോളിയോയിലേക്ക്, അതിപ്പോൾ ആഭ്യന്തര വകുപ്പ് തന്നെ വേണമെന്നില്ല, സർക്കാരിൻ്റെ ഭാഗമായി UDF ഒരു സർക്കാർ രൂപീകരിക്കുകയാണെങ്കിൽ ആ സർക്കാരിൻ്റെ ഭാഗമായി അടൂർ പ്രകാശിനെ കയറ്റിയിരുത്തുന്നതിന് മുൻപ് ഇപ്പോൾ മുഖ്യമന്ത്രിയാകാനായി ആഗ്രഹിച്ചിരിക്കുന്ന KC വേണുഗോപാലായാലും VD സതീശനായാലും രമേശ് ചെന്നിത്തലയായാലും ഹൂവർ ഇറ്റ് ഈസ് ആരായാലും UDF അധികാരത്തിൽ വരികയാണെങ്കിൽ അദ്ദേഹത്തെ മന്ത്രിയാക്കുന്നതിന് മുൻപ് ഈ വ്യക്തിപരമായ അഭിപ്രായം പറയുന്നയാളെ, മുന്നണിയെയും പാർട്ടിയെയും വെട്ടിലാക്കുന്ന ഒരാളെ ഈ മന്ത്രി പദവിയൊക്കെ ഏൽപ്പിക്കണോ എന്നത് ഒന്നുകൂടി ആലോചിക്കണം. മുൻപ് അദ്ദേഹം മന്ത്രിയായിരുന്ന കാലത്ത് റവന്യൂ വകുപ്പിലായാലും ഒക്കെ അദ്ദേഹം അത്യാവശ്യം വൃത്തിയായിട്ട് പണിയെടുത്തിട്ടുള്ള ഒരാളാണ്. പക്ഷേ അങ്ങനെയുള്ള ഒരാൾ അതെല്ലാം മറന്നുകൊണ്ട് ഒരു പക്കാ ബിസിനസ്സുകാരനായി മാറിക്കൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ അത് അദ്ദേഹത്തിന് തന്നെ ഒരു രാഷ്ട്രീയമായ മൂല്യച്യുതിയാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയാനാണ് എൻ്റെ ആഗ്രഹം. ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ഈ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് അടൂർ പ്രകാശ് ഇത് പറയുന്നതിന് അദ്ദേഹത്തിന് ഒരു കോൺഫിഡൻസ് കിട്ടിയത് എവിടെയാണ് എന്നത് കൂടി നോക്കാം. ഈ നടൻ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ വിധിയുടെ പിറ്റേ ദിവസം തദ്ദേശ തെരഞ്ഞെടുപ്പ്, നേരത്തെ ജിമ്മി സാർ സൂചിപ്പിച്ചതുപോലെ പകുതി കേരളം വിധി എഴുതുകയും പകുതി കേരളം പരസ്യ പ്രചാരണം അവസാനിപ്പിക്കുകയുമാണ്. ഇതിന് ഇംപ്ലിക്കേഷൻ ഉണ്ടാവുകയാണെങ്കിൽ കേരളത്തിൽ ഉടനീളം ഉണ്ടാകേണ്ട രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. കാരണം നാളെ നിശബ്ദ പ്രചാരണ ദിവസമാണ്. നാളെയാണ് പത്രങ്ങളിൽ ഇത് അച്ചടിച്ച് വരിക. വടക്കൻ കേരളത്തിലേക്ക് അല്ലെങ്കിൽ തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ എല്ലാ എഡിഷനും
സ്റ്റേഷനുകളിലും ഇതൊരു പ്രധാനപ്പെട്ട വാർത്തയായി വരുമെന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ ഇന്ന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് ഇനി വോട്ട് ചെയ്യാനിരിക്കുന്ന തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും ചർച്ചയാകേണ്ട സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. കാരണം ഒരു വിധിയെ നമുക്ക് അംഗീകരിക്കാം, അല്ലെങ്കിൽ ആ വിധിയോട് നമുക്ക് മൗനം പാലിക്കാം, അതല്ലെങ്കിൽ ആ വിധിയുടെ സാങ്കേതികമായ കാര്യങ്ങളെ, പരിഗണിക്കപ്പെടാതെ പോയ കാര്യങ്ങളെ, അപ്പീൽ പോകാനുള്ള സാധ്യതകളെ, അതേക്കുറിച്ചൊക്കെ സംസാരിക്കാം. പക്ഷേ അതിനെ നള്ളിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം നടത്തുന്നത് അത് രാഷ്ട്രീയമായി ഒട്ടും ഉത്തരവാദിത്തമുള്ള ഒന്നല്ല. ഇതിപ്പോൾ LDF കിട്ടിയ ഒരു വിലയേറിയ ടൂളായി മാറിയിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന് ഭരണവിരുദ്ധ വികാരമുള്ള ഇടങ്ങളിൽ പോലും എടുത്തുപയോഗിക്കാൻ കഴിയും. ഞങ്ങൾ സ്ത്രീകൾക്കൊപ്പമാണ്, പക്ഷേ മറുഭാഗത്ത് നിൽക്കുന്ന സ്ത്രീ വിരുദ്ധരെ കണ്ടില്ലേ? അവരുടെ MLA ബലാത്സംഗ കേസുകൾ, 2 കേസുകൾ വന്ന് അതിന്മേൽ ഇപ്പോൾ മുൻകൂർ ജാമ്യം എടുത്തും അറസ്റ്റ് തടഞ്ഞുമൊക്കെ നിൽക്കുകയാണ്. അതിന്മേലുള്ള വിധി കാത്തിരിക്കുകയാണ്. ആ MLA ഒളിവിലാണ്. ആ MLA ന്യായീകരിച്ചുകൊണ്ട് വന്ന ആൾ ഇപ്പോൾ ഈ കേസിൽ പറയുന്നത് കേട്ടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ കോൺഗ്രസിന്റെ കഥ? ഇവിടെ UDF കൺവീനർ പറയുന്നു ഇതിൽ വിക്ടിം ആരാണ് എന്ന് പറയുന്നു. അത് ദിലീപിന്റെ സ്റ്റേറ്റ്മെന്റുമായി ചേർന്ന് പോകുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ വരാൻ പോകുന്ന LDF ഇതിനകം തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന നറേറ്റീവ്, നാളത്തെ നിശബ്ദ പ്രചാരണ ദിവസവും വടക്കൻ കേരളത്തിൽ വരാൻ പോകുന്നത് സെക്ഷൽ പ്രെഡേറ്റേഴ്സിനൊപ്പമുള്ള പാർട്ടി ഏതാണ്? കോൺഗ്രസ്. ഈ ഒറ്റ വാചകം മതിയെന്നേ അത് വാമൊഴിയായി സ്ത്രീകളുടെ അടുത്തേക്ക്, സ്ത്രീ വോട്ടർമാർ ഏറ്റവും കൂടുതൽ നിർണായക ശക്തിയായി മാറുന്ന ഇടങ്ങളിലേക്ക് അടുത്ത 7 ജില്ലകളിലെ പ്രധാനപ്പെട്ട ടൂളാണ്, നിശബ്ദ പ്രചാരണത്തിലെ പ്രധാനപ്പെട്ട ടൂളായി ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാറാൻ പോവുകയാണ്. സെക്ഷൽ പ്രെഡേറ്റേഴ്സിനൊപ്പമുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ള ആ ഒരു നറേറ്റീവ് സെറ്റ് ചെയ്യുന്നതിനുള്ള ആയുധമാണ് കോൺഗ്രസിനെ പൂർണ്ണമായും ഇല്ലാതാക്കിക്കൊണ്ട്, ഇതിലും ഭേദം ഒരു കുഴി വെട്ടി അങ്ങ് കോൺഗ്രസിനെ മൂടുന്നതായിരുന്നു. കാരണം എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അതുകൂടി കൊണ്ടുകളയുന്ന ഒരു അടൂർ പ്രകാശ് മതിയല്ലോ. ഒരു ഭാഗത്ത് കഷ്ടപ്പെട്ട് വെള്ളം കോരി കെ മുരളീധരനും ടീമും ശബരിനാഥനും ഒക്കെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്തെങ്കിലും ഒരു മെച്ചം ഉണ്ടാക്കാം, 10-ൽ നിന്ന് 51 ആയില്ലെങ്കിലും 20 ആക്കാം എന്ന് കരുതി നിൽക്കുമ്പോഴാണ് 10-ൽ നിന്ന് അത് 8-ലേക്കോ 5-ലേക്കോ കുറയ്ക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്ന് അടൂർ പ്രകാശ് നടത്തിയിരിക്കുന്നത് എന്നതാണ്. സ്ത്രീ വോട്ടർമാരെ ഇത് സ്വാധീനിക്കുമെന്നതാണ് എൻ്റെ വിലയിരുത്തൽ. അതോടൊപ്പം തന്നെ നിയമമന്ത്രി P. രാജീവ് ഇത് കൃത്യമായിട്ട് ക്യാച്ച് ചെയ്തിട്ടുണ്ട്. ഒരു പ്രോ വിമൻ പോളിസിയാണ് സർക്കാരിൻ്റേത് എന്ന് പറഞ്ഞുള്ള സ്റ്റേറ്റ്മെന്റ്, അതും സൗണ്ട് ബൈറ്റ്സ് ആയിട്ട് ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. പലയിടങ്ങളിലും വാട്സാപ്പിലൂടെയൊക്കെ പലയിടങ്ങളിലും ഇതെല്ലാം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്റ്റേറ്റിന്റെ ഒരു ഒബ്ലിഗേഷൻ ആണെന്നെയോ അപ്പീൽ പോവുക എന്നുള്ളത്. അതിപ്പോൾ UDF സർക്കാരായാലും LDF സർക്കാരായാലും NDA സർക്കാരായാലും ഏത് സർക്കാരായാലും അവരുടെ സ്റ്റേറ്റിന്റെ ഒരു ഒബ്ലിഗേഷനാണ്. അപ്പോൾ അത് ചെയ്യുന്നതിന് പകരം അതല്ല എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിനെ വിമർശിക്കുന്നതിന് വേണ്ടി അത് ഉപയോഗിക്കുമ്പോൾ സ്വയം ചെറുതാകുന്നു എന്നുള്ളത് കൂടി അദ്ദേഹം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇതോടൊപ്പമാണ് ദ ഹിന്ദുവിൽ വന്ന ദിലീപിന്റെ ഇന്റർവ്യൂ. ഇപ്പോൾ ആദ്യ അഭിമുഖം വന്നിരിക്കുന്നത് ദ ഹിന്ദുവിലാണ്. ഇന്നലെ വിധി വന്ന മണിക്കൂറുകൾക്കകം കൊടുത്ത അഭിമുഖമാണ്. അതിനകത്ത് താനാണ് റിയൽ വിക്ടിം എന്ന് ദിലീപ് പറയുന്നുണ്ട്. മാത്രമല്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു സംഘത്താൽ ഫ്രെയിം ചെയ്യപ്പെട്ട ആളാണ് താനെന്ന് പറഞ്ഞു വെക്കുന്നു. അതിജീവിതയുമായുള്ള സൗഹൃദം, അന്വേഷണത്തിന്റെ ആദ്യ 4 മാസങ്ങളിൽ തന്നെക്കുറിച്ച് ഒരു റഫറൻസ് പോലും ഉണ്ടായിരുന്നില്ല. SIT ഗൂഢാലോചന നടത്തി സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചു, സാമൂഹ്യമായി തന്നെയും കുടുംബത്തെയും ഒറ്റപ്പെടുത്തി, പ്ലാന്റഡ് സ്റ്റോറീസ് എന്ന് പറഞ്ഞു വെക്കുന്ന ആ ഒരു നറേറ്റീവിന് ആദ്യത്തെ ഗ്രീൻ ടിക്ക് കൊടുത്തിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ കൊടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ കുറ്റമുക്തനായ ശേഷം ദിലീപ് കൊടുത്തിരിക്കുന്ന ഈ അഭിമുഖത്തിന് ആദ്യത്തെ ഒരു പിന്തുണ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് അടൂർ പ്രകാശാണ്. ധർമ്മജൻ ബോൾഗാട്ടി പറയുന്നത് പോലെയോ രമേശ് പിഷാരടി പറയുന്നത് പോലെ അല്ല അടൂർ പ്രകാശ് പറയുന്നത്. അതൊരു പാർട്ടിയുടെ MP എന്ന നിലയിലും UDF എന്ന സംവിധാനത്തിന്റെ കൺവീനർ നിലയിലാണ്. അപ്പോൾ അതിൻ്റെ അഭിപ്രായം തന്നെയായിട്ടാണ് അത് വരേണ്ടത്. എന്തായാലും 12-ാം തീയതി കോടതി ഉത്തരവ് വന്നതിന് ശേഷം തന്നെ തെറ്റായി ഇംപ്ലിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചവർക്കെതിരായ നിയമ നടപടിയിലേക്ക് ദിലീപ് പോകാൻ പോവുകയാണ്. അപ്പോൾ അതിൽ പൊതുസമൂഹത്തിൽ ഉയർന്നു വരുന്ന അഭിപ്രായങ്ങൾ അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്രിമിനൽ ഗൂഢാലോചനയിൽ പങ്കെടുത്തെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയാത്തതിനാൽ 8-ാം പ്രതിയെ വെറുതെ വിട്ടു എന്നുള്ള വിധി പ്രസ്താവത്തിന് അതിന് കൂടുതൽ ചർച്ചയിലേക്ക് ഇന്നത്തെ ദിവസം കൊണ്ടുവന്നത് അടൂർ പ്രകാശ് ആണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പ്രോസിക്യൂഷനെതിരെ ഇനിയിപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പ്രോസിക്യൂഷനെതിരെ ഗുരുതരമായ കണ്ടെത്തലുകൾ 12-ാം തീയതി വരുന്ന വിധി പ്രസ്താവത്തിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. അതായിരിക്കും ദിലീപ് ഇനി ആയുധമാക്കി മാറ്റാൻ പോകുന്നത്. അപ്പോൾ അടൂർ പ്രകാശ് ന്യായമായും പറയും, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഞാൻ അവനൊപ്പമാണ് എന്നുള്ളത്, ഞാൻ പറഞ്ഞത് ശരിയായിരുന്നില്ലേ. അടൂർ പ്രകാശ് ഒരു തുടക്കമാണ്. ബാക്കിയുള്ള നേതാക്കളും ഇത് തന്നെ പറയാൻ പോകുന്നു. ദിലീപിനുണ്ടായ കരിയറിലെ ഭീമമായ തകർച്ച, ജയിൽവാസം, സാമ്പത്തിക നഷ്ടം തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം എടുത്തു പറഞ്ഞുകൊണ്ടുള്ള പ്രചാരണത്തിലേക്ക് ഒരു തുടക്കമിടുകയാണ് അടൂർ പ്രകാശ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ക്ലിയർ ആണ്. അതിൽ ആസിഫ് അലിയുടെ പ്രതികരണം കൂടി പറയണം കേട്ടോ. നമ്മൾ അതിജീവിതയ്ക്കൊപ്പമാണെന്ന് തെറ്റിദ്ധരിച്ചതാണ് ആസിഫ് അലിയെ. ആസിഫ് അലി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതിജീവിത എൻ്റെ അടുത്ത സുഹൃത്താണ്, നീതി കിട്ടണമെന്നാണ്, ആര് ശിക്ഷിക്കപ്പെടണം എന്നതല്ല. അപ്പോൾ അതാണ് ഇനി വരാൻ പോകുന്ന ഒരു സ്റ്റാൻഡ്. പൃഥ്വിരാജ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ പ്രതികരിക്കാതെ ഇരിക്കുന്ന ആളുകൾ നിങ്ങളുടെ മൗനവും നിങ്ങൾ അവൾക്കൊപ്പമല്ല എന്ന് തെളിയിക്കുന്നതാണ്. ഓക്കെ, ചോദ്യം ഇതായിരുന്നു. അടൂർ പ്രകാശിന്റെ പ്രസ്താവന, ഒപ്പം ചലച്ചിത്ര സംഘടനകൾ എടുത്ത നിലപാടുകൾ ഇതെല്ലാം വെട്ടിലാക്കിയു എന്നുള്ളതാണ്. 4 പേരുടെയും അഭിപ്രായം യേസ് എന്നാണ്. Meet the editors.